ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് ലലീന. ഹൈദരാബാദ് ഓൾഡ് സിറ്റി കൂടെ നൈറ്റ് ടൈം ഒന്ന് നടക്കാൻ ഇറങ്ങുന്നതാട്ടോ. ഇവിടെ നൈറ്റ് ടൈം നടക്കാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഓൾഡ് സിറ്റി അത്യാവശ്യം ക്രൗഡഡ് ആണ്. മാത്രമല്ല ഇവിടെ ആരും അങ്ങനെ ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും നൈറ്റിലേക്കുള്ള ഫുഡ് വാങ്ങാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. ഇവിടുത്തെ ആള് ഭയങ്കര നൈസായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ മെനുവും തന്ന് അത് ഏതൊക്കെ ഫുഡാണെന്ന് കാണിച്ചു തന്നു. കൂടാതെ അവിടുന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വരെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് പാഴ്സലൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ വന്ന ദിവസം തന്നെ പലതരം മാംഗോ ഒക്കെ വഴി കൂടെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് കൊതി തോന്നി വാങ്ങിയതാണ്. പക്ഷെ മാംഗോ കൊള്ളില്ലെങ്കിലും ഇവിടുത്തെ മാംഗോ ജ്യൂസ് വാങ്ങാൻ കിട്ടുന്നത് ഭയങ്കര അടിപൊളിയാട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഹൈദരാബാദ് ചെല്ലുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സ്വീറ്റ് ഷോപ്പിൽ ചെന്ന് നമ്മളൊരു സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് എന്ന് പറയുന്നത് കലാക്കന്ത് എന്ന് പറഞ്ഞൊരു സ്വീറ്റാട്ടോ. അടിപൊളിയാണ്. പിന്നെ നമ്മളിവിടെ ഹൈദരാബാദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഹലീം എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ മട്ടൻ ഹലീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ സ്റ്റേയിലോട്ട് നടക്കുവാട്ടോ. എനിക്കിവിടുത്തെ ഫുഡൊക്കെ നല്ല ഇഷ്ടമായി. ബട്ട് ഹലീം എനിക്ക് അത്ര ഇഷ്ടമായില്ല. മട്ടനും ഒക്കെ കൂടെ അരച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നൈറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഡേ ഹൈദരാബാദ് ഹൈടെക് സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു. ഹൈടെക് സിറ്റി എന്ന് പറയുന്നത് പക്ക ഒരു IT ഏരിയ കേട്ടോ. ഞാനും ജോർജ് കുട്ടിയും IT വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് പരിചയമുള്ള IT കമ്പനികളുടെ പേരൊക്കെ ഓരോ ബിൽഡിങ്സിലും കാണുന്നത് കൗതുകത്തോടെ നോക്കി ഇങ്ങനെ പോവാട്ടോ. ഇവിടെ വരുമ്പോഴാണ് ഇത്തരം വലിയ ബിൽഡിങ്സ് ഒക്കെ ഹൈദരാബാദ് കാണുന്നത്. കാരണം നമ്മൾ സ്റ്റേ ചെയ്ത് ഓൾഡ് സിറ്റിയിലാണല്ലോ. അങ്ങനെ പക്ക ഒരു സിറ്റി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈടെക് സിറ്റിയിൽ തന്നെ വരണം. നമ്മൾ നേരെ പോയത് നെക്സസ് മാളിലോട്ടാട്ടോ. പണ്ടൊക്കെ മാളെന്ന് കേൾക്കുന്നത് ഒരു കൗതുകമായിരുന്നു, മാളൊക്കെ കാണുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ലുലു മാളൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് മാളിനോടുള്ള ആ ഒരു ഫാസിനേഷനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലില്ല കാണാത്ത ബ്രാൻഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. ബെർക്കിൻ സ്റ്റോക്ക്, അതുപോലെ തന്നെ വിക്ടോറിയ സീക്രട്ട്, സാറ അങ്ങനത്തെ ഷോറൂമുകളൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് പകരം ഡെസേർട്ട് വർക്ക് കയറി ഒരു ഡെസേർട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ലക്ഷ്യം PVR സിനിമാസിൽ പോയിട്ട് എമ്പുരാൻ കാണുക എന്നുള്ളതാട്ടോ. നമ്മൾ എമ്പുരാൻ റിലീസ് ചെയ്തതിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു ഹൈദരാബാദ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ സിനിമ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നാട്ടിലെ ടിക്കറ്റ്സ് ഒന്നും ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ കാണാൻ കയറുവാട്ടോ. സിനിമയൊക്കെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പാനിപൂരി പിന്നെ ഹൽദിറാമിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഗുലാബ് ജാമുനും മേടിച്ചു കേട്ടോ. ഹൽദിറാമിലെ ഗുലാബ് ജാമുൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഇത് പിസ്ത ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിലെ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാറായിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പല ഡ്രസ്സുകളും നമുക്കങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ. കൂടുതലും ഭയങ്കര ഹൈലി ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. നമ്മുടെ ഡെയിലി വെയറിന് നമ്മൾ എന്നെപ്പോലുള്ള സാധാരണക്കാരൊന്നും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇവിടെ ഭയങ്കര കുറവാണ്. പിന്നെ ഡ്രസ്സൊക്കെ കാണുമ്പം ഒരു കൗതുകമാണല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്നിറങ്ങി. പിന്നെ ഓരോ ഷോപ്പിലും കയറി ആ ഷോപ്പിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഓരോത്തിൻ്റെ വിലയൊക്കെ ചോദിച്ച് അങ്ങനെ ഇവിടെ കുറേ നേരം കറങ്ങി നടന്ന് ഇനി നമ്മൾ നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാം കേട്ടോ. ഇനി നെക്സ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ അറ്റ് ഹൈദരാബാദാണ്. നമ്മൾ നേരെ രാവിലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലോട്ട് പോകണം. ഇതാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് എയർപോർട്ടൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന സമയത്ത് എയർപോർട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കാം. മാത്രമല്ല യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പം എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് നോക്കുമ്പം എനിക്കൊരു മെമ്മറി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് സൂക്ഷിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഭക്ഷണം കഴിച്ച അതേ എയർപോർട്ടിൻ്റെ ഏരിയയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് മഗ്ഡി കയറി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സെർവും വാങ്ങി. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇവർ ഐസ്ക്രീമിന് മധുരം ചേർക്കാൻ മറന്നുപോയതാണെന്ന് അറിയത്തില്ല. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. ഞാൻ മഗ്ഡിയിൽ ഐസ്ക്രീം തന്നെ വെറുത്തുപോയി അവിടുന്ന് ഐസ്ക്രീം കഴിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് 3:30 ആയിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എയർപോർട്ട്. എയർപോർട്ടൊക്കെ കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും എല്ലാ എയർപോർട്ടും. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആണോ എന്ന് നോക്കി. ഫ്ലൈറ്റിനൊന്നും ഒരു ഡിലേ ഇല്ലായിരുന്നു. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആയിരുന്നു കേട്ടോ. ഒരു ഡിലേയും ഇല്ലായിരുന്നു ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്യാൻ പോവാം കേട്ടോ. ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ബാഗേജൊക്കെ കൊടുക്കുവാണ്.
ഇങ്ങോട്ട് വന്നപ്പോഴും നമുക്ക് ഒരുമിച്ച് സീറ്റ് തരാമെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോയപ്പോഴും നമ്മൾ 4 പേർക്കും അടുത്തടുത്തുള്ള സീറ്റുകൾ തന്നെ ചോദിച്ചു. അവരങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ദാ നമ്മുടെ പെട്ടിയൊക്കെ അവർ പാക്ക് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷെ ചുറ്റും ഷോപ്പുകളൊക്കെ കണ്ട് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. പക്ഷെ നമ്മൾ നടക്കുന്ന നടപ്പ് കണ്ടിട്ടാണ് എന്തോ ഒരു ബഗ്ഗിയിൽ ചേട്ടൻ വന്നിട്ട് ബഗ്ഗിയിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് ചാടി കയറി ഇങ്ങനെ ബഗ്ഗിയിൽ കൂടെ പോവാം കേട്ടോ. എന്തോ ചുറ്റുമുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ നമ്മൾ മാത്രം ബഗ്ഗിൽ കയറുമ്പോൾ നമ്മളെന്തോ ബെൻസിലാണ് പോകുന്നതെന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബഗ്ഗിയുടെ പുറത്ത് കയറി ഇങ്ങനെ പോകാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലുള്ളതുപോലെ തന്നെ അതിലും ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുവേ. അങ്ങനെ ഫ്ലൈറ്റ് കുറേ നേരം ഫ്ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുവാണ്. ഞാൻ പോകുന്ന ഫ്ലൈറ്റും വരുന്ന ഫ്ലൈറ്റും ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഹൈഡ്രജൻ ബലൂണൊക്കെ മുകളിലോട്ട് ഇങ്ങനെ നൂലേന്ന് വിട്ട് പോകുമ്പോൾ ഹൈഡ്രജൻ ബലൂണൊക്കെ മുകളിലോട്ട് പറക്കില്ലേ, ആ ഒരു ഫീലാട്ടോ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുമ്പം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇതുപോലൊരു സാധനം ഫ്ലൈറ്റിലോട്ട് വന്നിങ്ങനെ അറ്റാച്ച് ആയിട്ട് അതിൽ കൂടെയാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. ഇതറിയാമെങ്കിലും പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഞാനിത് കാണുന്നത്. സോഷ്യൽ നോക്കിയാൽ കാണാം അതിലൂടെ ആൾക്കാരിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നമ്മുടെ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. എനിവേ വലിയ താമസിക്കാതെ തന്നെ ഓൺ ടൈമിൽ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെയും ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി 4 ദിവസത്തിന് ശേഷം നമ്മൾ ഹൈദരാബാദിനോട് ബൈ പറയുവാണ്. ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം അടിച്ചു പൊളിച്ചിട്ട് ഇനിയും ബാക്ക് ടു നോർമൽ ലൈഫ്, ഇനിയും ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് അറിയാൻ ഇത് ഞാൻ നോർമൽ സ്പീഡിൽ തന്നെയാണ് കേട്ടോ, വീഡിയോ എടുത്ത സ്പീഡിൽ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. എത്ര പെട്ടെന്നല്ല താഴെ നിന്ന് മുകളിലേക്ക് ഫ്ലൈറ്റ് എത്തുന്നത്. അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബാഗേജൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇങ്ങനെ കൺവെയർ ബെൽറ്റിൽ കൂടെ ഓടിപ്പോകുന്ന ബാഗിനെ ഓടിച്ചിട്ട് ചാടി പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ബാഗ് കളക്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു അടിപൊളി യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. രാമോജി ഫിലിം സിറ്റി പോയതും ഗോൾക്കൊണ്ട ഫോർട്ടിൽ പോയതും അങ്ങനത്തെ ഡീറ്റെയിൽഡ് വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ.